അംഗീകരിച്ച് ജീവിക്കണമെന്ന് മാനവലോകത്തെ പഠിപ്പിക്കുവാൻ പ്രവാചകനാണ്. ഒരു മിനിറ്റ്, പ്രവാചകനാണ് എന്നുള്ള മുഅ്ജിസത്താണ് ആര്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചത്. അതുപോലെ തന്നെ ആ പ്രവാചകൻ തന്നെയാണ് ഈ പറഞ്ഞ സമയത്ത് അവസാന നാളിൽ വരുന്ന കാര്യം അത് പറയുന്നത്. അവസാന നാളിൽ പറയുന്നത് അതെങ്ങനെ ശിർക്കാകുക? പ്രവാചകന്മാർ പറയുന്നേക്ക്, അതായത് പ്രവാചകന്മാർ ചെയ്യുന്ന മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. അതായത് ഒരു മിനിറ്റ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചന്ദ്രൻ 2 പിളർപ്പാക്കിയത് ശിർക്കാണോ? അല്ല. കടല 2 പിളർപ്പാക്കിയത് അത് അറിയോ? അതുകൊണ്ട് തന്നെ എനിക്ക് പറയുന്നേ കേക്ക് പോയാരെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ പഠിപ്പിക്കല്ലേ. ഒരു മിനിറ്റ് പറയട്ടെ. നിനക്ക് വികാരം കൊല്ലല്ലേ? സത്യം മനസ്സിലാകുമ്പോ വികാരം കൊള്ളും. എവിടെ ചെന്നാലും മുജാഹിദിൽ അടിച്ച് നിങ്ങൾ വായിപ്പിക്കും. അത് ശരിയാ. അപ്പൊ നിക്ക് അവിടെ ചെല്ലേ. അപ്പോ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവര് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ദൃഷ്ടാന്തങ്ങൾ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് ശിർക്കല്ല. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നത് ശിർക്കല്ല. അത് അഭൗതികമായ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേകമായ അനുമതി പ്രകാരം അല്ലാഹു സുബ്ഹാനഹു തആല നടപ്പിലാക്കുന്ന തീരുമാനങ്ങളാണ്. അതന്നെ ചന്ദ്രൻ 2 പിളർപ്പാക്കിയത് അല്ലേ? അതുകൊണ്ട് സാധാരണക്കാരനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം വന്ന സഹാബികളോ താബികളോ തബൗ താബികളോ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് തെളിവുണ്ടോ? ഇനി അതന്നെ ഇപ്പൊ ഇത്രക്കും നേരം നമ്മൾ സംസാരിച്ച് അടിസ്ഥാനപരമായി ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, 114 സൂറത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിളിച്ചുകൊണ്ടല്ലാത്ത ഒരു പ്രാർത്ഥന ഖുർആനിലുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അതിന് ഇതുവരെയായിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേറെ ഹദീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോയത്. ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. പക്ഷെ ഒരൊറ്റ പ്രാർത്ഥന പോലും യാ റസൂലല്ലാഹ് ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ പറഞ്ഞിട്ടില്ല. യാ മുഅ്തി ശൈഖറത്ത് ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ പറഞ്ഞിട്ടില്ല. ഒക്കെ യാ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള വിളിയ. അപ്പോ ഇവിടെ വിഷയം തീരുമാനമാകുന്നു. അൽഹംദുലില്ലാഹ്. ഞങ്ങളുടെ ഉദ്ദേശം മുഖാമുഖം മുതലായി ഞങ്ങൾ അതിനെ സംഘടിപ്പിക്കുന്നു. എന്താ സംഭവം എന്നറിയോ? ഇവനെന്താ ചോദിച്ചത്? ഇപ്പൊ ചോദ്യം മാറ്റി നിങ്ങൾ കണ്ടോ? എന്താ ചോദ്യം മാറ്റി? നന്നായി ശ്രദ്ധിച്ചോ. ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ മരിച്ച നബിയോട് ചോദിച്ചിട്ടുണ്ടോ? ചോദ്യം ഇപ്പൊ മാറ്റിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ചോദിച്ചിട്ടുണ്ടോ? സാധാരണക്കാരൻ ചോദിച്ച പറഞ്ഞ അവരെന്താ പറയാറ്? ഓ, അത് സാധാരണക്കാരനല്ലേ, അതെങ്ങനെ തെളിവാകും? അത് ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾ ഈ നബിമാരുണ്ടെങ്കിൽ പറയും. അവൻ നബിമാരത് പറഞ്ഞു നമ്മൾ ഈസാ നബി വരുന്നു, റൗളന്റെ സമീപത്ത് വിളിക്കുന്നു. ഓ, അത് നബിയല്ലേ, അത് പറയാൻ പാടില്ല, അത് നബിയുടെ പ്രത്യേകതയല്ലേ, അത് പറയുന്ന സുഹൃത്തെ. ഇവിടെ 3 കാര്യം ഞങ്ങൾ അടിവരയിടുന്നു. നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഈ ജനങ്ങൾ മൊത്തം പഠിച്ചു. അതെന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യം. ഒന്ന്, ഖുർആനിലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഉണ്ടാവില്ല. കാരണം എന്താ? പ്രാർത്ഥന അല്ലാഹുവിനോട് എന്ന് ഞങ്ങൾ പറയുന്നു, യാതൊരു തർക്കവുമില്ല. പക്ഷേ അല്ലാഹു ഞങ്ങൾക്ക് സഹായിയായി വെച്ച അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരോട് ഞങ്ങൾ സഹായം തേടുന്നു. അത് മരണത്തിന്റെ ശേഷവും തേടുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം തന്നെ ചോദിക്കുന്നു. അവിടെയാണ് നിങ്ങളുടെ ചോദ്യം. ഏതെങ്കിലും ഒരു നബി മരിച്ചുപോയ നബിയോട് സഹായം തേടിയിട്ടുണ്ടോ? ഞങ്ങളുടെ കൃത്യമായ ഉത്തരം ബഹുമാനപ്പെട്ട നബിയുന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അതാ റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ സമീപത്ത് തേടുന്നു. തേടിയാൽ ആ തേട്ടം ശിർക്കല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞങ്ങൾ പറയുന്നു ശിർക്കല്ല എങ്കിൽ ഞങ്ങൾ ഈസാ നബിയെ പിന്തുടരുന്നു. കാരണം ആ ഹദീസിന്റെ ആദ്യത്തെ വാചകം തന്നെ ലയൻസിലന്ന ഈസാ ഇബ്നു മറിയം, ഈസാ നബി ഇറങ്ങി വരും ഇമാമൻ മുഖ്സിതാ, ഇമാമായിട്ട് ഇറങ്ങി വരുമെന്നാണ്. ഇമാമ് എന്ന് പറഞ്ഞാൽ തുടരപ്പെടുന്ന ആളെന്നാണ്. അപ്പൊ ഈസാ നബി ചാറത്തിന്റെ സമീപത്ത് വന്നിട്ട് അതാ ഈ തേട്ടം തോറുമ്പോ ഞങ്ങൾ അതിന്റെ മുന്നിൽ ഈസാ നബിയെ അനുകൂലിച്ചുകൊണ്ട് ഞങ്ങളും തോടുന്നു. കേട്ടോ, കൂടി ഞാൻ അടിവരയിടുന്നു. അതേ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി എന്തിനാണ് എന്തിനാ ഇറങ്ങി വരുന്നത്? എന്തിനാ? ദജ്ജാലിനെ കൊല്ലാൻ. വലിയ ദജ്ജാലിനെ മാത്രമല്ല, ചെറിയ ദജ്ജാലികളെയും. സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലുന കദ്ദാബൂൻ. സഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സാധാരണക്കാരായ മുജാഹിദുകളെ കുറിച്ചല്ല തെറ്റിദ്ധരിക്കണ്ട, ഫിത്ന ഉണ്ടാക്കുന്നവരെ കുറിച്ചാണ്. അവസാന കാലത്ത് വരും ദജ്ജാലൂന കദ്ദാബൂൻ, അതേ വഞ്ചകന്മാർ, കളവ് പറയുന്നവർ വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഈസാ നബി ഇങ്ങനെ വരിക, വന്നിട്ട് വലിയ ദജ്ജാലാണ് കൊന്ന്. പക്ഷെ പിന്നെയുണ്ട് കുറച്ച് ദജ്ജാലിനെ പോലെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരെ പ്രധാനപ്പെട്ട വാദം ഈസാ നബി ഇങ്ങനെ നോക്കി. അപ്പൊ നോക്കുമ്പോ എന്താ, അത് മരിച്ചോലോട് വിളിക്കാൻ പാടില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് തേടാൻ പാടില്ല. ഈസാ നബി പറയുന്നു അത് തെളിയിക്കണം, അത് തെളിയിക്കാതെ രക്ഷയില്ല, സുന്നത്തുമ്മക്ക് തെളിയിക്കണ്ടേ. ഈസാ നബി നേരെ റൗദയിലേക്ക് പോകുമ്പോഴേക്ക് മുജാഹിദുകൾ അടിയന്തര മീറ്റിംഗ്. ഇയാളൊരു എസ്വേസുകാരനാണ് തോന്നുന്നത്, സംഗതി ആകാശത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്, അവിടെ എസ്വേസ് ഉണ്ടോ എന്നവർക്ക് തോന്നിപ്പോയി. അങ്ങനെ അതാ മഹാനായ ഈസാ നബി റൗദന്റെ സമീപത്ത് വന്ന് നിന്നു. എന്നിട്ട് ഉറക്കെ വിളിച്ചു, ഉറക്കെ തൗഹീദിന്റെ പഠനായ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന മഹാനായ ഈസാ നബിയുടെ ഒരൊറ്റ വിളി, ഓ എന്നെ ഒന്ന് സഹായിക്കണേ എന്നെങ്ങ് വിളിക്കുമ്പോ ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഹദീസ് വൈകിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ, പറഞ്ഞിട്ടില്ല. ആ ഹദീസ് സമ്മതിച്ചു. അതിന്റെ മുമ്പ് ഇല്ലത്തിന്റെ അന്ന് പോയി മൂപ്പത്തിന് കണ്ടിട്ടില്ല. ആ ഇല്ല, അത് ഞങ്ങൾ തീർത്തു കൊടുത്തതാണ്. അല്ല ഇല്ലത്തിന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയും, നിങ്ങൾ പറഞ്ഞോളി, നമ്മൾ ഇല്ലത്ത് തീർത്തരും. ആഹാ അവിടല്ലേ ഇല്ലത്ത് ഹറസംബി അറസൻ ആ 150 ആ ആലിബ സംവാദത്തിൽ വെച്ച് ഈ ഹദീസിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടെ വെച്ച് അൽബാനിയുടെ ഗ്രന്ഥം ഞങ്ങൾ പറഞ്ഞതാ. അൽബാനി ആരാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ്. അയാളെ കിതാബിന്റെ എടുത്തിട്ട് നമ്മൾ പറഞ്ഞു ഈ ഹദീസ് ആലുവയിൽ പറഞ്ഞതാ. പറഞ്ഞപ്പോ എനിക്ക് മുകളിൽ ന്യൂനതയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പിടികൂടിയപ്പോ ഏറ്റവും അവസാനം ഞങ്ങൾ അൽബാനിയുടെ അസ്ലിസിൽ വായിച്ചിട്ട് പറഞ്ഞു ഈ ഹദീസ് സഹിയാണെന്ന് നിങ്ങളെ നേതാവ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ തെളിയിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പറ്റിപ്പോയി, ഇനി പിടിച്ചോ അടുത്തത്. നിങ്ങൾ താരീഖ് ഇബ്നു അസാക്കിർ, അവിടെ നിന്നാണ് തുടക്കം. മജ്മഉ സവായിദ് 2, അബൂ യഅല 3. ഇനി അടുത്തത് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി. അത് ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, സ്വഹീഹായ ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അതാ പറയുന്നു കേട്ടോ, ഇതിന്റെ 2733ാമത്തെ ഹദീസ്. എന്നിട്ട് പറഞ്ഞു ഈ ഹദീസിന്റെ മത്തന് മുഴുവൻ വായിക്കണം. വായിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു, അത് വായിച്ചു തന്നിട്ടുണ്ട്. രേഖ എന്താണ്? ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ നിർവചനം പൊളിക്കലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ എന്തായി പോകും, അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്. അത് പൊളിഞ്ഞു. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്